ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ആൾക്കാർക്ക് യൂസ് ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതിന് മെറിക്കൽ നമ്പറോ അല്ലെങ്കിൽ യൂണിവേഴ്സൽ നമ്പറോ ഒരു നമ്പറിനെ കുറിച്ചോ മന്ത്രത്തിനെ കുറിച്ചോ അല്ല. ഇത് എന്താ പറയുക, വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാം. എത്ര വലിയ ആഗ്രഹമായിക്കോട്ടെ, ചെറിയ ആഗ്രഹമായിക്കോട്ടെ, ഒരു റിസ്ക് ഇല്ലാതെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു യൂണിവേഴ്സലിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഒരിക്കലും എന്താ പറയുക സംശയം കൊണ്ട് ചെയ്യരുത്. പിന്നെ ഞാനൊരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ചെയ്ത് നോക്കാതെ ഒരിക്കലും നമ്മുടെ വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്യരുത്. കാരണം ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും പലവർക്കും റിസൾട്ട് കിട്ടിയ വീഡിയോ ആണ്, അല്ലാതെ ഞാൻ വെറുതെ ഇടുന്ന ഒരു വീഡിയോ അല്ല. പലവർക്കും റിസൾട്ട് ഉപകാരമായ ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുള്ളായ ഒരു വീഡിയോ ആണ്. കാരണം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് അവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനിങ്ങനെ ചെയ്തു നോക്കി, എനിക്ക് പെട്ടെന്ന് അവൾക്കൊരു കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു. അവൾ ഒരു ഏകദേശം ഒരു 20,000 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ വീട് കോൺക്രീറ്റ് ആ ടൈമിലായിരുന്നു. അപ്പോൾ അവളുടെ വീട് വന്നിട്ട് പാലക്കാട് കിണാശ്ശേരി എന്നൊക്കെ പറയും, അവിടെയാണ്. അപ്പോൾ അവൾക്ക് അതിൻ്റെ ഒരു പെട്ടെന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് അവൾ ചെയ്തു നോക്കിയതാണ്. ചെയ്തു നോക്കി ഒരാഴ്ചയും കൂടി ആയില്ല, അപ്പോഴേക്കും അവൾ ജസ്റ്റ് ഒന്ന് ബസ് കയറാൻ നിന്നതാണ് കേട്ടോ. സത്യത്തിൽ ബസ് കയറാൻ നിന്ന സമയത്ത് വെറുതെ പൈസ ഇല്ല അവളുടെ കയ്യിൽ, ആകെ 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അതിന് ജസ്റ്റ് ഒന്ന് 50 രൂപ കൊടുത്ത് ലോട്ടറി എടുത്തു കേട്ടോ. പക്ഷെ ലോട്ടറി എടുത്ത സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണി 1:45 ആ ടൈമിലാണ് എടുത്തത്. പക്ഷെ 3:30 ആകുമ്പോൾ അവൾ റിസൾട്ട് നോക്കിയപ്പോൾ അവൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടായിരുന്നു. 10,000 രൂപ കിട്ടി. അപ്പോൾ ആ ഒരു ലോട്ടറിക്ക് പിന്നെ 10,000 രൂപ അവൾക്ക് വേറെ എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു. അതെൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല. 20,000 രൂപ സെറ്റായി എന്ന് പറഞ്ഞു. അതുമാത്രമാണ് അവൾ പറഞ്ഞത്. അപ്പം അവളുടെ പേര് ഞാൻ ഇനിയിപ്പോൾ ഞാൻ വെറുതെ പറയുമെന്ന് വിചാരിക്കണം. അവളുടെ പേര് വന്നിട്ട് അനുഷ എന്നാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾക്കാണ് ഇങ്ങനെ ഒരു അനുഭവം കിട്ടി. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ അത് ഞാൻ പറഞ്ഞു കൊടുത്തത് തന്നെയാണ്. അവൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അവൾക്കത് ചെയ്യാനുള്ള, അത് നടക്കുമോ നടക്കില്ല ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, വിശ്വാസമുണ്ട്, വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യാതെ എന്തായാലും നിനക്ക് നടക്കും, 100% ഉറപ്പാണെന്ന് പറഞ്ഞു. അവൾ അതുപോലെ ചെയ്തു. അവൾക്ക് എന്താ പറയുക 5 ദിവസം ആകുമ്പോഴേക്കും റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് എന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടാണ്. അപ്പം അതെന്താണ്, ഞാൻ ഇനി ഒരുപാട് നീട്ടി വലിക്കുന്നില്ല, അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ പൈസയാണോ, അത് ജോലിയാണോ, വീടാണോ നിങ്ങളുടെ സ്വപ്നം, ആ സ്വപ്നങ്ങളൊക്കെ ഇനി സാക്ഷാത്കരിക്കാൻ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾ ദിവസം രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണെങ്കിലും മിനിമം 3 തവണ പറയണം. 3 തവണ നമുക്ക് അതിൽ കുറയാൻ പാടില്ല, കൂടാം. ഒരു 10, 100, 200 തവണ നമുക്ക് പറയാം. സമയം കിട്ടുമ്പോൾ പറയാം. പക്ഷെ 3 തവണയിൽ കുറയാൻ പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ ഫലം ഒട്ടും ഇല്ലാതാവും. 3 തവണയിൽ കൂടാം. അപ്പം അതെന്താണ് പറയേണ്ടത് ഞാൻ പറഞ്ഞുതരാം. താങ്ക് യു യൂണിവേഴ്സൽ, എനിക്ക് പൈസയാണെങ്കിൽ പൈസ തന്നതിന്, ഇത്ര രൂപ എനിക്ക് തന്നതിന്. അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സൽ, എനിക്ക് ഒരു വീടെന്ന സ്വപ്നം എൻ്റെ നടപ്പിലാക്കി തന്നതിന്. അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിയതിന്. അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരാഗ്രഹം 3 തവണയിൽ കൂടാം, കുറയരുത്. സമയം കിട്ടുമ്പോൾ നമുക്ക് പറയാം, താങ്ക് യു യൂണിവേഴ്സൽ, എനിക്കിപ്പോൾ ഒരു 10,000 രൂപയ്ക്ക് ആവശ്യമുണ്ട്. താങ്ക് യു യൂണിവേഴ്സൽ, എനിക്കൊരു 10,000 രൂപ തന്നതിന്. താങ്ക് യു യൂണിവേഴ്സൽ, എനിക്കൊരു 10,000 രൂപ തന്നതിന്. അങ്ങനെ കണ്ടിന്യൂസ് ആയി പറയുക.
നമുക്ക് ചിലപ്പോൾ ഒരു മണിക്കൂറിൽ ചിലപ്പോൾ 4 പ്രാവശ്യം 5 പ്രാവശ്യം പറഞ്ഞു, പിന്നെ നമ്മൾ റിലാക്സായി പിന്നെ റെസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഓർമ്മ വരുമ്പോൾ നമുക്കത് പറയാം. താങ്ക് യു യൂണിവേഴ്സൽ. അത് നമ്മൾ ഒരു ദിവസം ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായി നിങ്ങളുടെ ലൈഫേ മാറും. ചിലപ്പം ചെറിയ ആഗ്രഹമൊക്കെ ആയിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ 1 ദിവസം 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. പക്ഷെ ഒരുപാട് വലിയ ആഗ്രഹമാണെങ്കിൽ അതിന് കുറച്ച് കാലതാമസം എടുക്കും. വീടൊക്കെ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ. അപ്പം നമുക്ക് ചെയ്തത് റിസൾട്ട് കിട്ടണം. വലിയൊരാഗ്രഹം ആഗ്രഹിച്ചിട്ട് ഇന്ന് തന്നെ കിട്ടണം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഉറപ്പായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ ഇനി താങ്ക് യു യൂണിവേഴ്സൽ എനിക്കൊരു ജോബ് തന്നതിന്, അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സൽ എനിക്കൊരു എനിക്ക് പരീക്ഷയിൽ ഇത്രയും മാർക്ക് കിട്ടിയെന്ന്, അല്ലെങ്കിൽ എനിക്ക് വീട് തന്നതിന്. അങ്ങനെ നമുക്ക് ഒരു ദിവസം ഇത്ര പ്രാവശ്യം പറയാൻ പറ്റുമോ യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കാൻ പറ്റുമോ അത്രയും പ്രാവശ്യം നമ്മൾ നന്ദി അറിയിക്കുക. ഉറപ്പായി നിങ്ങളുടെ ജീവിതം തന്നെ മാറും. അത് സത്യമാണ്. അപ്പം അനുഭവമുള്ള ഒരു 1000കണക്ക് പേർക്ക് അനുഭവമുള്ള ഒരു യൂണിവേഴ്സിലാണത്. നിങ്ങൾ ഗൂഗിളിലായിക്കോട്ടെ, യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കി അവർക്ക് ജീവിതം തന്നെ മാറ്റിയതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ഇത് കണ്ടിന്യൂസായി ചെയ്യുക. നമ്മുടെ ആഗ്രഹം നടക്കുന്നവരെ ചെയ്യുക. നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 ദിവസം റെസ്റ്റ്, അല്ലെങ്കിൽ ഒരാഴ്ച റെസ്റ്റ്. പിന്നെ നമ്മൾ വെറുതെ പിന്നെയും പിറ്റൊരാഗ്രഹം എന്ന് പറയുമ്പോൾ അതിനൊരു റെസ്റ്റ് കൊടുക്കുക. ഒരാഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം റെസ്റ്റ് കൊടുത്തതിൽ പിന്നെ അടുത്ത ആഗ്രഹം നമുക്ക് പറയാം. അല്ലാണ്ട് ഇപ്പോൾ ഇന്ന് എൻ്റെ ആഗ്രഹം നടന്നു, നാളെ തന്നെ നമ്മൾ താങ്ക് യു യൂണിവേഴ്സൽ അങ്ങനെ പറയാൻ പാടില്ല. ഒരാഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം റെസ്റ്റ്, ആ ഒരു മനസ്സൊന്ന് ഇതിൻ്റെ സന്തോഷം നമ്മൾ അനുഭവിച്ചതിന് ശേഷം അടുത്ത ആഗ്രഹം നമുക്ക് പറയാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കഷ്ടപ്പെട്ട് നിങ്ങൾ ഇരിക്കുകയാണോ, പൈസയ്ക്കും കടത്തിനും. അപ്പം ഇതൊന്നും നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. ഇത് മിസ് ചെയ്യരുത്. നിങ്ങളുടെ ലൈഫ് എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ.